ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ ഒക്കെ കണ്ടു വന്നില്ലേ? ഞാൻ വീടൊക്കെ കാണിച്ചു തന്നില്ലേ? അതാണ് ചെറിയ വീട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്ത് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ പാട്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കാണില്ല നീ. അപ്പം കുഞ്ഞു വീടൊക്കെ കണ്ടില്ലേ? അവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചേട്ടൻ എന്ത് സ്നേഹം, ഈശ്വരാ, ഞങ്ങൾ ഒരുമിച്ച് ഒരു ചെറിയ കുഞ്ഞു വീടല്ലേ, ബാത്റൂമും ഉണ്ട്, പുറത്ത് ബാത്റൂമൊക്കെ കണ്ടായിരുന്നല്ലോ, പിന്നെ ഒരു ചെറിയ റൂമും ഒരു കുഞ്ഞു അടുക്കളയൊക്കെ ഉള്ളത്. അപ്പം നല്ല രസമായിട്ട് എനിക്ക് അന്നേരം തോന്നി. കല്യാണം കഴിഞ്ഞ ആ സമയമല്ലേ, അപ്പം നമുക്ക് വളരെ ഭയങ്കരമായിട്ട് ഒരുപാട് കുഞ്ഞ് ഓർമ്മകളുള്ള വീടാണത്. അത് തന്നെയല്ല, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത് ആ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അത് ആ വീട്ടിൽ വെച്ചും ചേട്ടൻ ലീവ് കഴിഞ്ഞ് പോണതും ഒരു ദിവസം. അതിൻ്റെ കാര്യമൊക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അത് പറഞ്ഞു വരാം. വീട്ടിലേക്ക് വന്നത് ഞാൻ വിചാരിച്ചു ഭയങ്കര സ്നേഹം കൊണ്ട് ചേട്ടൻ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പക്ഷെ അതൊന്നുമല്ല. കാരണം ഇവിടെ അച്ഛനും അമ്മയും ഭയങ്കര ലഹളയായതുകൊണ്ട് അവർ അത് അറിയിക്കണ്ടല്ലോ, സ്വസ്ഥത വേണമല്ലോ എന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ആ മുറിയിലേക്ക് അല്ല വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത്. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പിന്നെ ചേട്ടൻ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ കണക്ക് അന്ന് പ്രഗ്നൻ്റ് ആയ കാര്യം ഞാൻ അന്ന് നോക്കിയപ്പോൾ പോസിറ്റീവാണ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അന്ന് തന്നെയാണ് ചേട്ടൻ പുറത്തേക്ക് പോണത്, ചേട്ടൻ പോണത്. അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോവുകയാണ് ആൾ. പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ഭയങ്കര എന്താ പറയുക, അത്ഭുതം പോലെ, അയ്യോ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ്, ഞാനിനി എന്ത് ചെയ്യും, അത് എങ്ങനെ വളരും. അന്നേരം എനിക്ക് 19 വയസ്സുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ 19 വയസ്സിലെ പിള്ളേരെ വെളി പോലും അന്നേരം ഉള്ള എനിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞെൻ്റെ വയറ്റിൽ എന്തോ അത്ഭുതം സംഭവിച്ച പോലെ ഞാനിങ്ങനെ വണ്ടറടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ചേട്ടൻ പോവുകയും ചെയ്യണം. അപ്പം ചേട്ടൻ പോണേൻ്റെ എനിക്ക് കരയാനും തോന്നണില്ല, ഇങ്ങനെ ഭയങ്കര ഒരു അത്ഭുതം സംഭവിച്ച പോലെയല്ലേ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മിക്കവർക്കും തന്നെ അങ്ങനെയായിരിക്കും. ഫസ്റ്റ് പ്രഗ്നൻസി ഭയങ്കര സന്തോഷവും ഭയങ്കര വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്ത രീതിയിൽ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക. അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ഭയങ്കര കരച്ചിൽ പോണേൻ്റെ. പക്ഷെ ഞാനിങ്ങനെ കരയാണ്ട് ഇങ്ങനെ നിൽക്കുക മിഴിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയിട്ടോ, ആൾ പോയി. അപ്പോൾ അമ്മയും അച്ഛൻ കരയുന്നില്ല, അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര കരച്ചിൽ. അയ്യോ ഞാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക, എന്താ ചെയ്യണേന്ന് അറിയാൻ പാടാത്ത കാരണം ഇങ്ങനെ നിൽക്കുക. ചേട്ടൻ പോയതും ഇവരപ്പം തന്നെ ചായ കുടിക്കാനായിട്ട് ഇതുബാ എനിക്ക് വിശക്കണു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി, പെങ്ങളും അമ്മയും കൂടി ഓടിപ്പോയി. പിന്നെ ഞാനും തിരിച്ചിങ്ങോട്ട് പോകുന്നു. എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ആരുമില്ല, ചേട്ടനും ഇല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അളിയനും പെങ്ങളും പോയി. പിന്നെ ആ വീട്ടിലുള്ള ഞാനും അച്ഛനും അമ്മയും മാത്രം. കുഞ്ഞു വീടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പെരയൊക്കെ പണിതത്. അപ്പം അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. അന്ന് തുടങ്ങി, അതായത് ഒരു പിറ്റേ ദിവസം, അന്ന് ഞങ്ങൾ രാത്രിയായി തിരിച്ചു വന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വൊമിറ്റിങ്, ഛർദി അങ്ങോട്ട് തുടങ്ങി. ഒരു 3-4 മാസം എനിക്ക് ഭയങ്കര ഛർദി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലേക്ക് അധികം പോയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ ചേട്ടൻ പറയണത് എന്നാന്ന് വെച്ചാൽ, ഇവിടെ അമ്മ അച്ഛനും ഒറ്റയ്ക്കല്ലേ, നീ ഇവിടെ നിൽക്ക്, അവർക്ക് വേറെ ആരുമുള്ള, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിലേക്ക് വിടില്ലായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്ക് വരും കാണാൻ. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും. നിൽക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, നിൽക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു.
അവർ വന്നിട്ട് പോവുകയും ചെയ്യും. അപ്പം അന്നേരം എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ കുഞ്ഞതാ, സ്കൂളിൽ പഠിക്കണ സമയം. അപ്പോൾ അവൻ 7-8 പഠിക്കണ ആ സമയത്താണ് എൻ്റെ കല്യാണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവൻ ചെറുതായതുകൊണ്ട് അവന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ അച്ഛനും വരൽ കുറവായിരുന്നു. ഞാൻ അങ്ങോട്ട് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഇടയ്ക്ക് പോകുന്നല്ലാതെ ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരും, ഇവിടെ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു 1.5 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുത്തു തുടങ്ങി കേട്ടോ. അച്ഛനും അമ്മയും ഭയങ്കര ലഹള. എനിക്ക് ഛർദിയും, ആരുമില്ല, എനിക്ക് ഒന്നും പറയാനാണെങ്കിലും ആരുമില്ല. ഇവരാണെങ്കിൽ ഇവിടെ ഭയങ്കര ലഹള. അങ്ങനെ ആ ഒരു പീരീഡ് പോയി. ഞാൻ എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇവിടെ ഭയങ്കര ലഹളയും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ നീ പോയി വീട്ടിൽ പോയി നിന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ഞാൻ പോയി നിൽക്കും, എന്നിട്ട് തിരിച്ച് വരും. ലഹളങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ലഹളങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഒരു ദിവസം പോലും നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റില്ല. ഇവർ ലഹള കൂടണത് എന്ന് വെച്ചാൽ നൈറ്റാണ്. പകൽ ലഹള കൂടില്ല. പകൽ അമ്മ ജോലിക്ക് പോവും, അച്ഛൻ വീട്ടിലുണ്ടാവും. നൈറ്റ് ഫുള്ള് ഒരു ലഹള കൂടും. അച്ഛൻ പകൽ കിടന്ന് ഉറങ്ങും. അങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ലഹളയുടെ റൊട്ടീൻ നൈറ്റ്. അപ്പം നമുക്ക് കിടക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടോ, എനിക്കിങ്ങനെ നൈറ്റ് ഇങ്ങനെ ലഹളയും കൂടി ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ഒന്നാമത് ചെറിയ വീടായതുകൊണ്ട് ഒരു മുറിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എത്ര അവർ പതുക്കെ പറഞ്ഞാലും അകത്ത് കേൾക്കും. അതുപോലത്തെ ഒരു വീടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയോ ഗർഭകാലം കഴിഞ്ഞു. ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ, അതായത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കൂടുതൽ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. ആ സമയത്ത് വീട്ടിലാരില്ലാത്തതുകൊണ്ട് ചെക്കപ്പിനൊക്കെ പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ഇവിടെ വരും, എന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവും, പിന്നെ 2 ആഴ്ച അവിടെ നിൽക്കും. അങ്ങനെ മാറി പോയിക്കൊണ്ടിരുന്നു. പിന്നെ പ്രസവവും കാര്യങ്ങളും വന്നു. പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ്, കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇവരെൻ്റെ അടുത്തേക്ക് കൂടുതൽ ലഹളയ്ക്ക് വന്നു തുടങ്ങിയത്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കൂടുതൽ ലഹളയ്ക്ക് ചാൻസ് വന്നതൊക്കെ കൊച്ചുണ്ടായി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ കൊച്ചുണ്ടായി വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് നമ്മളോട് കൂടുതൽ സ്നേഹവും കാര്യങ്ങളും ഉണ്ടാവും. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളൊരു സ്ഥാനം വേറെ ആർക്കും പങ്കിട്ടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടനാണെങ്കിലും എൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹവും കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. എങ്കിലും കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം എന്നെ കുറേ കൂടി ടേക്ക് കെയർ ചെയ്യാനും, ഞങ്ങൾ ഇടയ്ക്ക് ദുബായി പോയിട്ടൊക്കെ വന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഒക്കെ വന്നു. അപ്പോൾ അമ്മയ്ക്ക് അതൊന്നും പക്ഷെ സഹിക്കണ്ടായിരുന്നില്ല. ഭയങ്കര സഹനശേഷി കുറവായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ നാട്ടിൽ വന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ അമ്മേനെ കൊണ്ടുപോകും. എങ്കിലും ഇടയ്ക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ചേട്ടനാണെങ്കിൽ അമ്മേനെ ഒരു സ്ഥലത്ത് പോലും കൊണ്ടുപോകാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും. പെങ്ങളാണെങ്കിലും ഒരു സ്ഥലത്തും അവരും കൊണ്ടുപോകില്ല. ഞങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ അമ്മേനെ കൊണ്ടുപോകണത്, അച്ഛനൊക്കെ ആണെങ്കിലും. പക്ഷെ അച്ഛനും അമ്മയും ലഹളയാണെങ്കിലും കൂടുതൽ എൻ്റെ അടുത്ത് ലഹള കൂടിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു. അച്ഛന് ലഹള കൂടിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല. പക്ഷെ അച്ഛൻ ലാസ്റ്റ് ഇപ്പോഴത്തേക്കും മിണ്ടാതെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം ഇപ്പോഴും 9 മിനിറ്റ് ആയിട്ടോ. ഇനി ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് കഴിഞ്ഞിട്ട് എവിടെ പറഞ്ഞ് നിർത്തിയേ? കൊച്ച് ഉണ്ടായി കഴിഞ്ഞ് ദുബായിക്ക് പോയി തിരിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലഹളയും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുഖം ഇങ്ങനെ കൊടുന്നിൽ ഊത്തിക്കൊണ്ടിരിക്കുക. എങ്ങാണ്ട് ഞാനെന്തോ കുറ്റം ചെയ്തിട്ട് വന്ന പോലെ അമ്മച്ചിയുടെ മുഖം. ഒട്ടും ഇഷ്ടമല്ല ഞങ്ങൾ പുറത്ത് പോകണതോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തമാശ പറയണതോ ഒന്നും ഇഷ്ടപ്പെടില്ല. നേരെ വെളുത്ത് ഈ ഇടയ്ക്കൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, സ്റ്റാറ്റസ് കണ്ടായിരുന്നു. പെൺകുട്ടികളുടെ വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ പാത്രത്തിൻ്റെ ഒച്ച കേൾക്കണമെന്ന്. സത്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് ഞാനൊക്കെ ഇപ്പൊക്കെ നേരത്തെ എഴുന്നേൽക്കും. 2 പേര് സ്കൂളിൽ പോകണ സമയത്ത് പോകണമല്ലോ, അപ്പോൾ അതിന് വിടണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു 5 മണിക്കൊക്കെ എനിക്ക്
നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണി 6:30 ആവാണ്ട് എഴുന്നേൽക്കൂല. ഈ 6:30ക്കും 6 മണിക്കൊക്കെ എഴുന്നേൽക്കും. എഴുന്നേൽക്കാറുന്നു കേട്ടോ ആ സമയത്തൊക്കെ അമ്മ ഈ 5:30ക്കൊക്കെ പാത്രം ഇങ്ങനെ പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ ഒച്ചക്കിടും. അപ്പം അത് കേട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കാം ഇത്ര നേരം കിടക്കേണ്ട കാര്യമില്ല, 6:30 എന്നുള്ളത് കറക്റ്റാണ് സ്റ്റാറ്റസിൽ പറയണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 6:30 മണിയുടെ ഇടയ്ക്ക് പാത്രം അടുക്കളയിൽ സിങ്കിലേക്ക് വീഴുന്ന ഒച്ച അപ്പം നമ്മൾ തീരുമാനിക്കാം. പ്രത്യേക അലാറൊന്നും വെക്കണ്ട, 6 മണിയോ 6:30 ആയിട്ടുണ്ട്, നേരത്തെ എഴുന്നേൽക്കാം. എന്നിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് ഓരോ പണികളിലേക്ക് ആയിത്തിരിഞ്ഞു. പിന്നെ ഫോക്കസ് മുഴുവനും പിള്ളേരുടെ എന്നോട് പറയേണ്ട കാര്യങ്ങൾ കൊച്ചിൻ്റെ രൂപത്തിൽ, അതായത് കൊച്ചിന് തീറ്റ കൊടുക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ കാണിക്കണേ എന്നൊക്കെ ചേട്ടനോടും വിളിച്ച് പറയും. എൻ്റെ അടുത്ത് നേരിട്ടല്ലാതെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മൂത്ത കൊച്ചിനെ കണ്ടാൽ അറിയാം, അന്നേരം ഒരു 3-4 വയസ്സ് വരെയൊക്കെ അത് നല്ല തക്കിട് മുണ്ടനായിട്ട് ഇരുന്നത് മൂത്തത് പൊന്നു. അപ്പോൾ അതിന് തീറ്റ കൊടുക്കില്ല എന്ന് ഒരു മനുഷ്യൻ പോലും പറയില്ല. ഞാൻ ഏതൊരു കുഞ്ഞിൻ്റെ അമ്മേനോട് തീറ്റ കൊടുക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? അപ്പം ആ സമയത്ത് നമ്മൾ അത് തന്നെയല്ല, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മുഴുവനും ചേട്ടൻ പണിയുന്നത് മുഴുവനും വീട്ടിലുള്ളവരെ കൊണ്ടുപോകണതൊക്കെ അത് ഒരു 3-4 വർഷം ഞാനിങ്ങനെ കേട്ടു തുടർന്നു. ഇങ്ങനെ കേട്ട് നമുക്കൊരു പദം വരുമല്ലോ കേട്ടിട്ട്, എൻ്റെ വീട്ടിലുള്ളവരാണ് മൊത്തം കാശ് കൊണ്ടുപോകണത്, പിന്നെ കൊച്ചിന് തീറ്റ കൊടുക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ആ കേട്ട് വാക്കുകൾ പദം വന്നു. പിന്നെ കുറേ വർഷം കാലം ഈ പറഞ്ഞ ഈ സീരിയലിലെ പെണ്ണുങ്ങളെ കൂട്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കരഞ്ഞ് ഒരു വർഷം ഞാൻ തീർത്തു. അത് കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചാവുമ്പോൾ ഒരു ബലം സ്ത്രീകൾക്ക് ഉണ്ടാവും. കുഞ്ഞുങ്ങളായി വരുമ്പോൾ എന്തും തിരിച്ച് മറുപടി പറയാനുള്ളൊരു നമുക്കൊരു ധൈര്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിയുമ്പോഴോ നമുക്ക് ആ തൻ്റെ ഇടം കിട്ടില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞായി, ഒരു സ്ത്രീ ഒരമ്മയായി ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ അമ്മമാരും നല്ല ശക്തരാകും. അതുപോലെ എനിക്കൊരു കുഞ്ഞുണ്ടായി, ഒരു 3-4 വയസ്സായപ്പോഴത്തേക്കും ഞാൻ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും തിരിച്ച് റിപ്ലൈ കൊടുക്കുക എന്ന് വിചാരിച്ച് തെറ്റും തെറിയും പറയുന്നതല്ല, പക്ഷേ റിപ്ലൈ കൊടുക്കാനുള്ള പാകത്തിന് എൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്വയം ആർജിച്ചെടുത്ത സാധനമാണ്. അതിനാണ്ട് ഈ പറഞ്ഞ കണക്കിന് ഇമാതിരി യുദ്ധം വെക്കണോടത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തീപ്പെട്ടി കഷ്ണം പോലെ എന്തെങ്കിലും നമുക്ക് ഇടാൻ വേണ്ടേ എന്നോർത്തിട്ട് അന്നേരം ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാട്ടോ. പക്ഷെ അത് എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചതോ, ഞാൻ ഇവിടെ വന്ന് ഇവരിലൂടെ എനിക്ക് ഉണ്ടാക്കിയെടുത്ത ശക്തിയും അല്ലെങ്കിൽ എൻ്റെ കൊച്ചൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് ആ ഒരു ധൈര്യം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കേട്ടോ. ബാക്കിത്തെ പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു.